ഒളിപ്പിച്ചു വെച്ച മൈക്കിൽ കൂടി രചനയെ പറ്റി നാട്ടുകാർക്ക് എന്താ പറയാനുള്ളതെന്ന് ഒന്ന് കേട്ടാലോ. ഈ രചന എന്ന് പറയുന്നത് മറ്റേ മറിമായ എന്ന് പറഞ്ഞ കോമഡി സീരിയലില് പിന്നെ അഭിനയിക്കുന്ന കുട്ടിയല്ലേ. കോമഡി തന്നെ ആയിരിക്കുമല്ലേ അവർക്ക് പറ്റുള്ളൂ. എല്ലാം ഒരേ ടൈപ്പ് ക്യാരക്ടേഴ്സ് അല്ലേ. എല്ലാത്തിലാണെങ്കിൽ ഒരേ ഭാഷയാണ്, എല്ലാം ഒരേ സ്റ്റൈല് സംസാരം, ഒരു വ്യത്യാസമൊന്നും തോന്നൂല. ഈ പറഞ്ഞ അഭിപ്രായം ഞാൻ പലരുടെ അടുത്തുനിന്ന് ഇതുപോലെ കേട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ എൻ്റെ ശൈലിയുടെ പ്രത്യേകതയായിരിക്കാം. പക്ഷെ എനിക്ക് വരുന്ന റോൾസ് അങ്ങനെയാണ്. ഒരു സ്റ്റബേൺ ആയിട്ട്, ബോൾഡ് ആയിട്ട്, അല്ലെങ്കിൽ എല്ലാവരോടും നല്ല തർക്കുത്തരം പറയണം. ഞാൻ ആദ്യം ചെയ്ത ക്യാരക്ടർ വത്സല മാഡം എന്ന് പറഞ്ഞ മറിമായത്തിലെ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ഇതുവരെ ഡയറക്ടേഴ്സ് തന്നിട്ടുള്ള ക്യാരക്ടേഴ്സ് അങ്ങനെയാണ്. അപ്പോൾ പൊതുവേ ഉള്ള ഒരു ധാരണയാണ് കോമഡി ചെയ്യണവർക്ക് കോമഡി മാത്രമേ പറ്റുള്ളൂ എന്ന്. പക്ഷെ ഇപ്പൊ ഞാൻ ചെയ്ത ആമേനിലാണെങ്കിലും അതിൽ ഞാൻ പറഞ്ഞില്ലേ, ആ ഇമോഷണൽ സീൻ ഞാൻ കൈകാര്യം ചെയ്തപ്പോൾ എന്നെ ഏറ്റവും അധികം അപ്രീഷിയേറ്റ് ചെയ്തത് അതിൻ്റെ ഡയറക്ടർ ലിജോ ചേട്ടൻ തന്നെയാണ്. ഓഫ് കോഴ്സ് എൻ്റെ കോ ആക്ടേഴ്സ് സ്വാതിയും. അപ്പോൾ ആക്ടേഴ്സിൻ്റെയും ഡയറക്ടേഴ്സിൻ്റെയും ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു റെസ്പോൺസ് ഉണ്ട്. മാത്രമല്ല ഇപ്പോൾ റിലീസായ വല്ലാത്ത പഹയൻ എന്ന് പറഞ്ഞ സിനിമ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇതുവരെ ഞാൻ ചെയ്ത കഥാപാത്രങ്ങൾ പോലെയല്ല. അതിൽ സാധാരണ ഒരു വീട്ടമ്മ. പിന്നെ എനിക്ക് തോന്നുന്നു മെയിൻലി അങ്ങനെ ഫീൽ ചെയ്യാൻ കാരണം ഞാൻ തന്നെ ഡബ് ചെയ്യാണ്. ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾക്ക് കൂടുതലും മറ്റുള്ള ആൾക്കാർ ഡബ് ചെയ്യണോ. എല്ലാ സിനിമയിലും അവർ തന്നെയല്ല ഡബ് ചെയ്യണേ. ഇതിൽ ഇപ്പൊ ഞാൻ ചെയ്ത എല്ലാ സിനിമയിലും ഞാൻ തന്നെയാണ് ഡബ് ചെയ്യണേ. അതുകൊണ്ടായിരിക്കും കൂടുതൽ അങ്ങനെ ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ രചന തൃശ്ശൂർ ആയതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ നല്ല സ്ലാങ് ഉണ്ട് രചനയ്ക്ക്. വേറെ ഒരു ട്രിവാൻഡ്രം സ്ലാങ്ങിൽ സംസാരിക്കുന്ന ഒരു കുട്ടിയുടെ ക്യാരക്ടർ, നല്ലൊരു ക്യാരക്ടർ വന്നാൽ ഡബ് ചെയ്യിപ്പിക്കുമോ? അത് അവരുടെ കോൺഫിഡൻസ് അനുസരിച്ചിരിക്കും. എനിക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാനിപ്പോ ആമേനിൽ ചെയ്തത് ആലപ്പുഴയാണ് നാട്. അപ്പൊ ഒരു തെക്ക് ഭാഗത്തേക്കുള്ള ഒരു സംസാരമാണ് ചെയ്തത്. അത് എന്റെ ശബ്ദം ഭയങ്കര നോട്ടീസബിൾ ആണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ശബ്ദം അങ്ങനെ ആയതുകൊണ്ടായിരിക്കാൻ തോന്നുന്നു. പക്ഷെ എന്തായാലും ഇപ്പൊ ചെയ്ത സുമിത്ര എന്ന് പറഞ്ഞ കഥാപാത്രം ഡിഫറെന്റ് ആണ്. ഇത് റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്ങും പാട്ടായി.